പഴമാണല്ലോ. ഇവിടെ ആരും കൊണ്ട് കെട്ടി? ആര് കെട്ടിയാലും റോഡ് സൈഡിൽ ഇരിക്കുമ്പം നമുക്കതിൽ നിന്ന് ഒന്നെടുത്ത് കഴിക്കാം. കൊല്ലം ഇങ്ങനെ കെട്ടിത്തൂക്കി എല്ലാവർക്കും കഴിക്കാൻ പറ്റും. ആണോ? എല്ലാവരും എടുത്ത് കഴിക്കും. ഇതേതാ സ്ഥലം, ഏരിയ ഏതാത്? ഇത് ആരുടെ പഞ്ചായത്തിൽ പാലക്കുളം. പാലായിക്കോണം പാറ്റല്ലേ? എനിക്കിവിടെ അവിടെ പണിയെന്ന് പറഞ്ഞ് കണ്ടറാക്കാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. കണ്ടറാക്കെ, ഞാൻ ഈ ജംഗ്ഷനിൽ പോണ്ട്. ആ, ഇവിടുന്ന് അകത്തോട്ടോ? ഞാനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. കഴിക്കാൻ എൻ്റെ ആകെ 50 രൂപ. 50 രൂപയ്ക്ക് ഇവിടെ എല്ലാം കിട്ടുമോ? ആ, ഇവിടെ സൈഡിൽ കടയോ? ആ, ഒരു ചെറിയ കട കാണുന്നുണ്ട്. ഒരു ഷീറ്റും ഒക്കെ. 1 രൂപയ്ക്ക് ദോശ കിട്ടുന്ന കടയോ? ഇക്കാലത്ത് അങ്ങനെ നടക്കുന്ന കാര്യമാണ്. ആണോ? അവിടെ നിന്നാണോ നിങ്ങൾ കഴിച്ചേ? ആ, എങ്കിൽ ഞാൻ ഒരു പിടി പിടിക്കാം. പിടിച്ചിട്ട് ഞാൻ പോരാ. ശരി. 1 രൂപയ്ക്ക് ദോശ കിട്ടുന്നൊരു ചായക്കട ഉണ്ടെന്ന്. അങ്ങനെ അവിടെ കയറി പിടിക്കണമല്ലോ. നല്ല ദോശയുടെ ഓംലെറ്റിൻ്റെ മണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കണ്ട്രാക്ക് എന്നെ വിളിച്ചിട്ട് 1 രൂപയ്ക്ക് ദോശ കിട്ടുന്നൊരു കട ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നത്. കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. 1 രൂപയ്ക്ക് ദോശ കിട്ടുന്നൊരു കട. അത് എത്ര വർഷമായിട്ടെന്നറിയാമോ? 70 വർഷമായിട്ട് ഈ കടയുണ്ട്. ഈ കടയുടെ പേര് അമ്മച്ചിക്കടയെന്നാണ്. ഭാരതി എന്ന് പറഞ്ഞ അമ്മച്ചി 70 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്നൊരു കടയാണ്. ആ അമ്മച്ചിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ടെന്നറിയോ? 100 വയസ്സ്. പക്ഷേ ഇപ്പോഴും ആൾ ചുറുചുറുക്കൂടെ വീട്ടിലുണ്ട്. അമ്മച്ചിയുടെ മോള് വത്സല ചേച്ചിയാണ് ഇപ്പോൾ കടയുടെ ഫുൾ ചാർജ്. പിന്നെ വേണം നമ്മുടെ അനിൽച്ചേട്ടനുണ്ട്. കടയിൽ കച്ചവട തിരക്ക് കൂടുമ്പോൾ അനിൽച്ചേട്ടൻ നേരെ ഇവിടേക്ക് വരും. അനിൽച്ചേട്ടൻ ഇപ്പോൾ ദോശ ഇട്ടുകൊണ്ടിരിക്കുക. 1 രൂപയ്ക്ക് നല്ല കിടിലൻ ദോശ. അത് ഗ്യാസ് അടുപ്പിലൊന്നുമല്ല, വിറകടുപ്പിൽ ദോശയുണ്ട്, ഓംലേറ്റ്, പപ്പടം, കടലക്കറി, മുട്ടക്കറി, ചില ദിവസങ്ങളിൽ രസവട വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാടൻ വിഭവങ്ങൾ ചേർന്നൊരു സാധാരണ ചായക്കട. ഇവിടുത്തെ രുചിയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണോ? സാധാരണ എത്ര മണിയാകുമ്പോഴത്തേനും നമ്മൾ രാവിലെ തുടങ്ങും? 4 മണിയാകുമ്പോൾ തുടങ്ങും. രാവിലെ തന്നെ ദോശയും കറികളും എല്ലാം റെഡിയാവും. ഓംലേറ്റും ബാക്കി ഐറ്റങ്ങൾ ആൾക്കാർ വന്ന് ഓർഡർ അനുസരിച്ച് ചൂടോടെ ചെയ്തു കൊടുക്കും. എത്ര മണിയാകുമ്പോഴത്തേനും ഏകദേശം വിഭവങ്ങളൊക്കെ തീരും? 10-11 മണിയാകുമ്പോൾ. ഉച്ചയൂണില്ല. രാവിലത്തെ കാപ്പി മാത്രമേ ഉള്ളൂ. അറിഞ്ഞു കേട്ടൊക്കെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലേ? ഓ, ഇത്രയും 70 വർഷമായിട്ട് വെളിയിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട് ഓംലെറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അനിയണ ഇനിയിപ്പോൾ കുറച്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഉപ്പ് പാകത്തിനിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടോടെ ഈ ദോശക്കര നല്ലൊരു ഓംലെറ്റിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ നാവിൽ വെള്ളം ഊരി തുടങ്ങി. പിന്നെ ഇവിടെ അങ്ങനെ ഓർഡർ അനുസരിച്ച് വെളിയിലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടോ? ഇവിടെ വന്ന് കഴിച്ച ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഈ 1 രൂപയ്ക്ക് ദോശ കച്ചവടം ചെയ്താൽ ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ? എന്നെ കണ്ടറാക്കി വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ കാലത്ത് 1 രൂപയ്ക്ക് ദോശ കൊടുത്ത് എങ്ങനെ മുതലാക്കുമെന്നാണ്. പക്ഷെ ഇവിടെ വന്ന് നേരിട്ട് കണ്ടപ്പോൾ മനസ്സിലായി. അത് ശരി. അപ്പൊ അന്ന് മുതലേ ഈ 1 രൂപയാണ്. 50 പൈസയായിരുന്നു. പിന്നെ ഇപ്പോൾ 1 രൂപയിലേക്ക് എത്തി. 50 പൈസ തുടങ്ങി 1 രൂപയ്ക്കുന്നു. 1 രൂപ തന്നെ വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവർ പറയുന്നത് അമ്മച്ചിയുടെ ഒരു ആഗ്രഹം അതാണ്. അമ്മച്ചിയുടെ കാലത്തോളം ഈ അമ്മച്ചിക്കട 1 രൂപയ്ക്ക് ദോശ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അടുക്കള കയറിയപ്പോൾ തന്നെ വയറ് നിറഞ്ഞ പോലെ ആയിപ്പോയി. നല്ല സ്വാദിഷ്ടമായ നല്ല അടിപൊളി ദോശ ഇങ്ങനെ കല്ലേ കിടന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ കഴിക്കാൻ വരുന്നവർ എന്താ പറയുന്നത് നമുക്കൊന്നും അറിയണമല്ലോ. ചേട്ടാ, ഇവിടുത്തെ ആഹാരത്തിനെ കുറിച്ച് എന്താ ചേട്ടൻ്റെ അഭിപ്രായം? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴിക്കാറുണ്ട്. ഞാൻ KSRTC ജോലി ചെയ്യുന്നത്. സർവീസ് പോകുമ്പോഴത്തേക്ക് പറഞ്ഞിട്ട് എന്നിട്ട് തിരിച്ചു വരുമ്പോൾ വന്ന് കഴിച്ചിട്ട് എടുത്ത് വെച്ചേക്കും. കഴിച്ചിട്ട് പോകും. വീട്ടിലേക്കും പാഴ്സൽ എടുക്കും. വീട്ടിലും എടുക്കാറില്ല.
നമ്മൾ കഴിച്ചിട്ട് പോകും. ബസ്സിൽ തരും തരും ഇവിടെ തരും. പോയി ശരി ആക്കിയിട്ട് പോകും. KSRTC വർക്ക് ചെയ്യുന്ന അണ്ണനാണ്. ഇതിൽ പോകുമ്പോൾ പാഴ്സൽ വിളിച്ച് പറഞ്ഞിട്ട് വണ്ടി ഇവിടെ നിർത്തി പാഴ്സൽ മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ തന്നെ അറിയാമല്ലോ ഇവിടുത്തെ ദോശയുടെ ഒരു ടേസ്റ്റ്. അത് ദോശയുടെ വലിയൊരു ആരാധകരാണ്. ചേട്ടൻ ആദ്യമായിട്ട് ഈ കടയെക്കുറിച്ച് എങ്ങനെയാണ്? ഞാൻ ഇവിടെ ഡ്യൂട്ടിക്ക് വന്നു തുടങ്ങിയത്. ഓ ശരി. അതിന് ശേഷം ഇവിടെ വന്നപ്പോൾ 1 രൂപയ്ക്ക് ദോശ കിട്ടുമെന്നൊരു ഒരു അങ്കലാപ്പുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കഴിച്ചപ്പോഴത്തേക്ക് ഒരു 3-4 ദോശ കഴിച്ചപ്പോഴത്തേക്ക് 1 രൂപയ്ക്ക് കിട്ടുന്ന ദോശയ്ക്ക് 100 രൂപയുടെ രുചിയെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചിലപ്പോൾ ഈ ദോശ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. കൺട്രാക്ട് പറഞ്ഞത് വൃത്തിയായിട്ട് കഴിച്ചിട്ട് എല്ലാവരാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ കുറവാണ് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ പൈസയ്ക്ക് വൃത്തിയായിട്ട് വയറ് നിറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് അകത്ത് കയറിയപ്പോൾ തന്നെ മനസ്സിലായി. ചേട്ടാ എനിക്ക് ദോശ തരണേ. 3 ദോശയും 2 പപ്പടവും 1 ഓംലെറ്റും കടലക്കറിയും ചൂടുവെള്ളവും. ഇന്നൊരു തകർപ്പ് ഞാൻ തകർക്കും. 50 രൂപയ്ക്ക് വയറ് നിറച്ച ആഹാരം. ആൾക്കാർ ശരിക്കും വരുന്നുണ്ട് കേട്ടോ. രാവിലെ 10 മണിയാകുമ്പോഴത്തേന് ഫുഡ് തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്ക് തുടങ്ങുന്ന കടയാണ്. അന്നേരം മുതൽ ആളാണ്. നല്ല നാടൻ പശുവിൻ പാലും കവറുപാലും ഒക്കെ നല്ല സൂപ്പർ ചായ. വിറകടുപ്പിൽ നല്ല തിളച്ചെടുക്കുന്ന വെള്ളത്തിനകത്തോട്ട് ആ തേയിലയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് പിന്നെ ആ തേയില സഞ്ചി ഒന്ന് പിഴിഞ്ഞ് വരുന്ന നല്ല നാടൻ കടുപ്പത്തിലുള്ള ചായ ഉണ്ടല്ലോ. ഉഷാറായിട്ട്. ഇവിടെ തന്നെയാണ് വീട്, അടുത്ത് തന്നെ. വീട്ടിലുണ്ടാക്കിയാൽ ഇവിടെ വന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതെ. എനിക്കുള്ള ദോശ, ചമ്മന്തി, രസവട, പപ്പടം, കടലക്കറി കണ്ട. അപ്പോൾ ഇത് വെച്ചൊരു പിടിവിടുക. ഇച്ചിരി കടലക്കറി ചോദിച്ചിട്ട് രസവടക്കകത്ത് മുങ്ങിക്കിടക്കുന്ന ദോശ ഇച്ചിരി കടലയുടെ ചേർത്തിട്ട് നേരത്തെ പറഞ്ഞത് വെറുതെ ആയില്ല. 1 രൂപയുടെ ദോശയും 100 രൂപയുടെ രുചിയും. അടിപൊളി. വീടടുത്തുണ്ടായിട്ടും വീട്ടിൽ പാചകം ചെയ്യുന്നത് കഴിക്കാതെ ഇവിടെ വന്നത് കഴിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ആവുമോ? എന്താ ടേസ്റ്റ്. ഇത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം രസവട. രസത്തിനകത്തൊക്കെ കിടന്ന് നല്ല ഉതുന്ന് നല്ല ടേസ്റ്റ് കൊണ്ടിരിക്കുക. അതിനകത്തോട്ട് ഒരല്പം കടലക്കറിയും ദോശയും പപ്പടം കൂടെ വെച്ചിട്ട് കുഴച്ചിട്ടൊരു പിടി പിടിക്കാം. ഗംഭീരം ഗംഭീരം. ശരിക്കും അനുചേട്ടൻ എന്നോട് സംസാരിക്കാൻ പോലും ഇവിടെ സമയമില്ലാത്ത രീതി തിരക്കാം. രാവിലെ അസാധ്യ തിരക്കാണ് ഈ കടയിൽ. ആൾക്കാർ വെളിയിൽ ക്യൂ നിൽക്കും ആഹാരം കഴിക്കാൻ വേണ്ടി. കാരണം ഈ 3 ബെഞ്ചിനകത്തുള്ള കളിയാടെ. ഒരു ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ടേ. ചമ്മന്തിയുടെ ഒരു കുറവാണെന്നുണ്ടോ? ചമ്മന്തി വയ്ക്കാം. ചേട്ടാ ഇച്ചി ചമ്മന്തി തരണേ. ഇതിനെ വർണ്ണിച്ച് പറയാൻ എൻ്റെ വാക്കല്ല. ചമ്മന്തി വന്നു. ചേട്ടാ ചമ്മന്തി ഒഴിച്ചു. മതിയാ? ചമ്മന്തി മതി. രാവിലെ ജോലിക്ക് ഇറങ്ങിയ ചേട്ടനാ. കടല തിരക്കുന്നുണ്ട്. ചേട്ടനോട് ഇവിടെ സഹായിക്കാൻ കയറിയുക. അറിഞ്ഞു കേട്ടൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 2 കാര്യം. 1 രുചിയുടെ കാര്യം, 2 ഈ 1 രൂപയ്ക്ക് ദോശ എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കത്തില്ല. കൺട്രാക്ട് പറഞ്ഞപ്പോൾ ഞാനും വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോൾ കണ്ടു, കഴിച്ചപ്പോൾ മനസ്സിലായി ഒരു രക്ഷയില്ല. മണവും ഗുണവും മുൻപിലാണ്. ഓംലെറ്റിന് വേണ്ടി കട്ട വെയിറ്റിങ്, കട്ട പോസ്റ്റിങ്. ചൂട് ഓംലെറ്റ് വാഴയില.
പിന്നെ ഓംലെറ്റിൻ്റെ സ്വന്തം കൂട്ടുകാരൻ കുരുമുളക് പൊടി, കടലച്ചാറിൻ്റെ കൂടെ ചേർത്തിട്ട് ഗംഭീരം 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 കലക്കി. ഓംലെറ്റ് മുറിച്ചിട്ടെ ഈ കടലയും രസവും ചമ്മന്തിയും കൂടെ ചേർന്ന് കിടക്കുന്ന ആ ഒരു ഗ്രേവി ഉണ്ട് ഇതിനകത്ത്, അതിനകത്തോട്ട് പുരട്ടിയിട്ട് അതിഗംഭീരം. ഇവിടെ വന്ന് ദോശ കഴിക്കുന്നവർ 10 ദോശ പാഴ്സൽ ഓടിച്ചാൽ വീട്ടിൽ പോകാതിരിക്കത്തേ ഇല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ചായക്ക് 25 രൂപ 30 രൂപ മേടിക്കുന്ന ഈ കാലത്ത് 25 രൂപ 30 രൂപ കാര്യം ഉണ്ടെങ്കിൽ വിശാലമായിട്ട് വയറ് നിറച്ച് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? പക്ഷെ നടക്കും ഇവിടെ ഈ അമ്മച്ചിയുടെ ഹോട്ടലിൽ. കടലക്കറി ബാക്കിയിരിക്കുന്നതേ വെച്ചേക്കാൻ തോന്നുന്നില്ല, ഓംലെറ്റിന് കൂടെ ചേർത്ത് കഴിക്കാം. ഓംലെറ്റും കടലക്കറിയും. ഓ എൻ്റെ പൊന്നെ. അപ്പം നിങ്ങൾ ചോദിക്കും കഴിച്ചിട്ടുള്ള എക്സ്പ്രഷൻ ഓവറല്ലേ എന്ന്. ഒരിക്കലുമില്ല, യാഥാർത്ഥ്യമായ കാര്യം. ചെറിയ ചൂടുള്ള വെള്ളം, ഈ ഓംലെറ്റിലെ പച്ചമുളകിൽ ഒരു 2 കടി കിട്ടി, അപ്പോൾ ചെറിയൊരു എരിവ് വീണു. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ചൂടുള്ള കുടിച്ചപ്പോഴേ എന്താ അന്തസ്. ഒരു ചായയോടെ തന്നേക്ക്. രുചിയൂറും ദോശയ്ക്ക് സപ്പോർട്ടായിട്ട് നല്ല പശുമ്പാലിനകത്തുള്ള ചായ. അടിപൊളി. പക്ഷെ ഭയങ്കര തിരക്ക് കിടക്കുക. കറക്റ്റ് 4 മണിക്ക് തുടങ്ങി 10 മണിക്ക് തീരും. അതാണ്. ഇത് കാണുന്ന ഒരുപാട് പേർക്ക് ചില ഓർമ്മകളുണ്ടാവും. നാട്ടിൻപുറത്ത് ഇതേപോലെ കലങ്കയിലും ചെറിയ ചാരുവഞ്ചയിലൊക്കെ വന്നിരുന്നിട്ടാണ് ഇങ്ങനെ കടുപ്പത്തിലുള്ള ചായ ഇങ്ങനെ ഊതി കുടിക്കുന്നത്. ഇനി കഴിച്ചതിൻ്റെ പൈസയും കൊടുത്തിട്ട് പണിസ്ഥലത്തോട്ട് പോവാം. വാ അഞ്ചേട്ടാ, ഞാൻ 3 ദോശ, ഒരു ഓംലെറ്റ്, കടല, രസവട, ഒരു ചായ. എത്രയായി? 50 രൂപ ആയുള്ളൂ. തരാം. അപ്പം 50 രൂപയ്ക്ക് വയറ് നിറച്ച് ആഹാരം തന്ന ഈ അമ്മച്ചി ഹോട്ടൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്നാലും നിങ്ങൾക്ക് നാളെ വരാൻ പറ്റത്തുള്ളൂ. നെടുമങ്ങാട് ആര്യനാട് കാട്ടാക്കട കുറ്റിച്ചൽ റോഡിൽ പാലയക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് 70 വർഷം പാരമ്പര്യമുള്ള ഈ കട സ്ഥിതി ചെയ്യുന്നത്. 70 വർഷമായിട്ട് ഈ കട അതേപോലെ ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ? ഇവിടുത്തെ കിടിലൻ രുചി തന്നെ.